ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്ന ഒരു വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. നമ്മൾ ആയിരം എടുത്തിട്ടാണ് ഇന്ന് പോണത്. അപ്പോൾ ആലുവയ്ക്ക് പോകണം. ആലുവയിൽ നിന്ന് ഒരു 800 ആണ് പിക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 800 എന്ന് പറഞ്ഞാൽ വണ്ടി ഏകദേശം 2 വർഷത്തോളം കണ്ടായി തോന്നുന്നുണ്ട്. വണ്ടി ഓടാണ്ട് കിടക്കണ വണ്ടീനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഒരു കോൾ സ്റ്റാർട്ടിങ് കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. 1800 ആണ് നമ്മൾ എടുക്കാനായിട്ട് പോണത്, അതായത് നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ 1800 പിക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. നിങ്ങളുടെയിലും ഇപ്പോൾ 800 ഒക്കെ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. കാരണം ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് നമ്മളുടെ പേപ്പൻ, ഗുജറാത്തിൽ വർക്ക് ചെയ്യണ പേപ്പൻ ആദ്യമായിട്ട് 800 വാങ്ങിയത്. അന്ന് 5 സ്പീഡ് 800 ആൾ വാങ്ങിയത്. അപ്പോൾ ആ 800-ൽ നമ്മൾ ഇപ്പോൾ കാറിൽ സഞ്ചരിച്ച ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ വണ്ടിയിലാണ് ഞാൻ കൂടുതലും കാറിൽ ആദ്യമായിട്ട് സഞ്ചരിച്ചിട്ടുള്ളത്, എനിക്ക് ഓർമ്മ വരാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ആ 800-ൽ സഞ്ചരിക്കാൻ വേണ്ടി സ്കൂളിലൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന കാര്യമൊക്കെ ഞാനിപ്പോൾ ഓർക്കണം കേട്ടോ. കാരണം അത്രയ്ക്കും ഇതായിരുന്നു 800 എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ഇതായി തുടങ്ങി. കാരണം ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങി, ജനറേഷൻ മാറി. പക്ഷേ ഇപ്പോഴും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 800 ശങ്കയാണ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ മറ്റേ കിഡ്, അതേപോലെ തന്നെ ഓൾട്ടോ 800 എന്നൊക്കെ പറയണ ആ വണ്ടിയുടെ ബോഡിയും നിങ്ങളാ പഴയ 800-ൻ്റെ ആ ബോഡിയും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി ഒരു ടയർ പഞ്ചറാണ്, 3 ടയറിൽ എയർ കുറവുണ്ട്. ഒരു ടയർ സ്റ്റെപ്പിന് നമുക്ക് നോക്കണം. എയർ കുറവല്ല അത്. ഫിറ്റ് ചെയ്യാം. വെള്ളം കുറവുണ്ട്. അപ്പോൾ ടയർ പഞ്ചറിൻ്റെ ഇഷ്യൂ, നമ്മൾ സ്റ്റെപ്പിന് എയർ കുറവുണ്ട്. എന്നാലും നമുക്ക് തൽക്കാലം ഇത് ചെയ്തിട്ടേ നമുക്ക് പോണ വഴിക്ക് എയർ അടിക്കാം. ഫുൾ ചാർജ്. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. പമ്പ് വർക്കിംഗ് ആണ്. വണ്ടി ഇത് സ്റ്റാർട്ടാവുള്ള സെൽഫ് മോട്ടർ വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ നമ്മളെന്തായാലും വലിച്ചപ്പോൾ പിന്നെ അത് മാത്രമല്ല 4 വീല് ജാമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും വലിച്ചാണ്ട് നീക്കുകയാണ്. അതിനുശേഷം നമ്മൾ വലിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിച്ചിട്ട് ഓയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ വണ്ടി. ഓല ഇപ്പം കുറച്ച് വണ്ടി ഇങ്ങനെ ആക്കുമോ? ആ സാധനം ത്രെഡ് ഓവറായിട്ട് കയറില്ല. ഇല്ല 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 നിപ്പാ നിൽക്ക് കീറും.
അപ്പോൾ നമ്മളുടെ 800 നമ്മളിത് വലിച്ചു കൊണ്ടുപോകണം കേട്ടോ. കാരണം നമ്മൾ രാത്രിയായി, പിന്നെ നമ്മൾ എല്ലാ ടൂൾസും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല വണ്ടി സെൽഫ് എടുക്കണില്ല, പിന്നെ 4 ടയർ ജാമായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ച് വെച്ചിട്ട് നമ്മൾ വലിച്ചു കൊണ്ടുപോകണം. ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കാരണം ഇതിൽ വണ്ടി കൊണ്ടുപോകണം കേട്ടോ. അത് ഗ്ലാസ് ക്ലീൻ അല്ല, അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആലുവ പാലം ക്രോസ് ചെയ്തു കേട്ടോ. വലിയ തിരക്ക് കാര്യങ്ങൾ ഉണ്ടായില്ല. തിരക്കുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായാലേ, വലിയ തിരക്കുണ്ടായില്ല. അതെ, ടോയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണേ വണ്ടി. ഞങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, സ്റ്റാർട്ട് ആവണില്ല. അതേ നമ്മുടെ വണ്ടി ഇല്ല ബാക്കിൽ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയില്ലേ, ഈ ഒരു വണ്ടിയുടെ അവിടെ നിന്ന് നമ്മൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നത് വണ്ടിയുടെ 4 വീല് ജാമായിരുന്നു കേട്ടോ, ബ്രേക്ക് ജാമായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ജാമാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈമിൽ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഈർപ്പൊക്കെ അടിച്ച് വണ്ടി കിടന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വീലുകൾ ബ്രേക്കും ജാമാവട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ പുറത്തൊക്കെ വണ്ടി ടർപ്പായൊക്കെ അടച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. വണ്ടി ഇടയ്ക്കൊക്കെ എനിക്ക് ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ പ്രോബ്ലം നമ്മൾക്ക് അതാണ് പറഞ്ഞത്. പിന്നെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണില്ല, അതേപോലെ തന്നെ പവർ സപ്ലൈ കറക്റ്റ് ആവണില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ പ്ലഗ് സ്പാനർ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അത്യാവശ്യം ടോയിൻ ചെയ്യുന്ന സാധനങ്ങളും പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ടൂൾ മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. പ്ലഗ് അയച്ച് നോക്കാനുള്ള പ്ലഗ് സ്പാനറൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ പ്ലഗിലേക്ക് കറണ്ട് വരുന്നില്ല. അപ്പോൾ അതിനിപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂല് നല്ല ഫ്യൂലല്ല തോന്നുന്നുണ്ട്, ഇത്ര നാളടിച്ചിട്ടാണ് കാരണം തോന്നുന്നുണ്ട്. അതിന് ടാങ്കിൽ വെള്ളം വന്നിട്ട്, അല്ലെങ്കിൽ ഫ്യൂല് നല്ലതല്ല, വരുന്ന ഫ്യൂലും നല്ല ക്വാളിറ്റി കാണുന്നില്ല. അപ്പോൾ അതൊക്കെ കാരണം പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ മെയിൻ ഇത് വലിച്ചു കൊണ്ടുപോകാനുള്ള കാരണം കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോയായിരുന്നു. പിന്നെ ബ്രേക്കില്ല, ബ്രേക്കില്ലാണ്ട് നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷവർമ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പാക്ഡാണ്, സ്റ്റാൻഡേർഡുള്ള ക്ഷമ വേണം. നമ്മൾ ചമ്മടം പണിഞ്ഞിരിക്കേണ്ട. കാരണം നമ്മളെന്തായാലും ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ ഓപ്പൺ അല്ല, എല്ലാ റെസ്റ്റോറൻറ്റിലും നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പരിപാടി നമ്മുടെ വണ്ടിയിൽ തന്നെ. എടാ ഇത് ഫ്രണ്ട് ഒന്ന് വിളിച്ചടാ, സാധനം എങ്ങനെ നല്ല വിശപ്പുള്ളപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു കടികൾ കടിക്കാണ്ടല്ലോ. ഓക്കെ, ചപ്പാത്തി മാതിരിയാണത്, ചപ്പാത്തി ഷവർമ്മയാണത്. അയ്യോല്ല അതിൻ്റെ കളർഫുള്ളാണ്, രസം കേട്ടോ. വാ എൻ്റെ സെക്കൻഡിൽ നിൽക്കുമ്പോൾ എടുക്കാം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമായി വണ്ടി നമ്മൾ വീട്ടിൽ കൊണ്ടിട്ടു. പിന്നെ വൈകുന്നേരമായി എത്തിയപ്പോൾ, അപ്പോൾ രാത്രിയായപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്തില്ല. വണ്ടി എന്തായാലും സെൽഫ് മോട്ടർ ആദ്യം നമുക്ക് ശരിയാക്കണം. സെൽഫ് മോട്ടർ ശരിയാക്കിയതിന് ശേഷം ക്രാങ്കിങ് ആയതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കുള്ളൂ, കാരണം കുറച്ച് ടൈം എടുക്കും. എന്തായാലും സെൽഫ് മോട്ടർ ശരിയാക്കി ഇടണം. ഇപ്പം നാളെ ശനിയും മറ്റന്നാൾ ഞായറുമാണ്. അപ്പോൾ അതിൻ്റെ ബ്രഷും ആർമച്ചറെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടില്ല. അപ്പോൾ അയക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസും കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവേണ്ടതാണ് കേട്ടോ. 800 ഓക്കെ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി ഗ്യാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഹോണ്ട നോക്കാം, നമ്മുടെ മാരുതി സെന്ന് ചിലപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും, നാടോഗ്രെ അടിച്ച്, അതും കാണാം നമുക്ക്. ഓക്കെ, ഇപ്പം ഗ്യാരേജിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിൽക്കി ഗോൾഡിൻ്റെ ഫൈനൽ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അകത്ത് പോകുമ്പോൾ നമ്മുടെ മാരുതി സെന്ന് ബേസ് കോട്ടൊക്കെ അടിച്ച് എല്ലാ ഇന്നർ സൈഡിൽ അടിച്ചതിന് ശേഷം നമ്മൾ ബമ്പർ കാര്യങ്ങളെ സെറ്റ് ചെയ്തു. കാരണം നമ്മൾ ആ രീതിയിൽ പെയിൻറ്റിങ് ചെയ്യണം. കാരണം ബേസ് കോട്ടും പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇന്നറിൽ അതിന് ശേഷമാണ് സെറ്റിങ് കാര്യങ്ങൾ ചെയ്തത്. സെറ്റിങ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. നാടകയുടെ ബേസ് അടിച്ചിട്ടേക്കാണ്.
അപ്പോൾ നമ്മളുടെ സെന്ന് നാഡോഗ്രെ പെയിൻറ്റിങ് എല്ലാം അടിച്ച് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. മാസ്കിങ് എല്ലാം പതുക്കെ റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കട്ടിങ് പോളിഷും കാര്യങ്ങളെല്ലാം വരും കേട്ടോ. ഇത് റൂഫ് ബ്ലാക്ക് അല്ല, സൈഡിലെ വിൻഡോ ആ ഏരിയ ബ്ലാക്കാണ്.